നമ്മളുടെ 5 സെൻസസിലുള്ള നമ്മളുടെ ജീവിതം, ഭൂമിയിലുള്ള ജീവിതം നിങ്ങൾക്കറിയാം, കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. പ്രാരാബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും ഒക്കെ ആയിട്ട് ആർജിച്ചെടുത്ത കർമ്മങ്ങൾ, ഋണാനുബന്ധങ്ങളും എല്ലാം. അപ്പോൾ നമ്മളുടെ ബർത്ത് എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ പ്രീവിയസ് ജന്മത്തിലുള്ള കണക്ഷൻ പോയ ജന്മവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം ഇന്ന് നമ്മളുടെ സന്താനങ്ങൾ ജനിക്കുന്നത് ഏതെല്ലാം രീതിയിൽ, ഹിന്ദു പുരാണം പ്രകാരം ഏതെല്ലാം ടൈപ്പ് സന്താനങ്ങൾ അവരുടെ ഈ ഭൂമിയിൽ നമ്മൾക്ക് വേണ്ടി ജനിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്. ആദ്യം നല്ലതിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലത് വളരെ കുറവാണ്, അറിയാമല്ലോ. കാർമ്മികമാണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം കർമ്മബന്ധിതമായിട്ടുള്ളതെല്ലാം നമ്മളുടെ ബാഡ് കർമ്മയെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സേവക സന്താനം ഒരു പോസിറ്റീവ് സന്താനമാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൻ്റെ നെഗറ്റീവ് സൈഡുണ്ട്, അതിലേക്ക് വരാം. സേവക സന്താനം എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹത്തിനെ പല മാർഗത്തിലൂടെ സേവ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല കാര്യങ്ങളാവാം. ഫിസിക്കലി കെയർ ചെയ്ത് സേവ ചെയ്തിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുത്ത് സേവ ചെയ്തിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടക്കണിയിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ പട്ടിണിയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ഹാർഡ്ഷിപ്സുകളിൽ നിന്നൊക്കെ അവരെ കരകയറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കുട്ടിയായി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വന്ന് പിറന്ന് നിങ്ങൾക്കത് തിരിച്ചു തരും. നിങ്ങൾ എത്രത്തോളം നല്ല സേവ അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ, അതേ നാണയത്തിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഒരു കുട്ടിയായി വന്ന് നിങ്ങൾക്ക് തിരിച്ച് ഈ കുട്ടികൾ നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും കരുതലും വാത്സല്യവും ഒക്കെ തരുന്നു. മാതാപിതാക്കളെ ദൈവത്തിനെ പോലെ കാണും. ഇത് ഒരു മനുഷ്യജന്മമാവണമെന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളിപ്പോൾ ഒരു ഗോവിനെ, ഒരു പശുവിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിനെ നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സന്താനമായി വന്ന് നിങ്ങൾക്ക് സേവ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത്, എല്ലാ നാണയത്തിനും 2 സൈഡുണ്ടല്ലോ. അതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മൃഗത്തിനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു മൃഗത്തിനെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മാവ് നിങ്ങളുടെ എനിമിയായിട്ടോ ശത്രുവായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത, സ്നേഹിക്കാത്ത, പ്രാഡികളായിട്ടുള്ള, ധൂർത്തന്മാരായിട്ടുള്ള സന്താനങ്ങളായിട്ടോ നിങ്ങൾക്ക് ഈ ലൈഫിൽ വന്ന് നിങ്ങൾ ആ കൊടുത്ത ടോർച്ചർ തിരിച്ചു തരുന്നതായിരിക്കും. അടുത്തത് ഉദാസീന സന്താനം. ഉദാസീന സന്താനം വന്നു പിറക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ, പോയ ജന്മത്തിൽ വളരെ ഇറസ്പോൺസിബിളായിട്ട്
ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഡ്യൂട്ടീസും നിങ്ങളുടെ കടമകളും ഒന്നും നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാതെ നിങ്ങളുടെ ലൗഡ് വൺസ്, നിങ്ങളുടെ കൂടെയുള്ള കുടുംബവും ഫ്രണ്ട്സും നെറ്റ്വർക്കിലുള്ള എല്ലാവരെയും നിങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിലെ, അതിന് പേരൻസ് ആവാം, മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാം, ആരെയും. അങ്ങനെ ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്ത് നിങ്ങളുടെ ഡ്യൂട്ടീസും കടമകളും ബാധ്യതകളും ഒന്നും നിറവേറ്റാതെ നടന്നിട്ടുള്ള ഒരു ലൈഫ്, അതിലൂടെ നിങ്ങളുടെ ലൗഡ് വൺസിനെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും നിങ്ങൾ ദുഃഖിപ്പിച്ചു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ഉദാസീന സന്താനം വന്ന് പിറക്കും. ഈ സന്താനം ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാതെ, അവൻ്റെ ഡ്യൂട്ടി പോലും ചെയ്യാതെ വളരെ ഡള്ളായിട്ടുള്ള ഒരു ലൈഫ് ഈ സന്താനം ലീഡ് ചെയ്യും. അതിലൂടെ നിങ്ങളാകുന്ന പേരൻറ്റിനെ ഈ സന്താനം കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടുത്തത് ശത്രു സന്താനം. ശത്രു സന്താനം നിങ്ങൾ ടോർച്ചർ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങൾ കൊല ചെയ്ത, അതിപ്പോൾ ഒരു യുദ്ധത്തിലാവാം, പല പല കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു സ്പൗസിനെ, ഭാര്യയോ ഭർത്താവോ എന്തു ആയിക്കോട്ടെ, അല്ലെ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു വേലക്കാരനെ, അല്ലെ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയി, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ, എന്തു ആയിക്കോട്ടെ, ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുള്ള കൂടുതൽ എനിമികൾ, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ എനിമികളാണ് നിങ്ങൾക്കത് തിരിച്ചു തരാൻ വേണ്ടി സന്താനമായി ഈ ജന്മത്തിൽ അവർ വന്ന് പിറന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരും. അവരുടെ ചില പാരൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തുടങ്ങും അവരുടെ കഷ്ടകാലം. ആ കുട്ടിയുടെ ജന്മം കൊണ്ട് ആ കർമ്മ ബോണ്ടായി. നേരെ മറിച്ചുകൊണ്ട് കേട്ടോ, ചില കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുടുംബം തന്നെ വലിയ ഉയരങ്ങളിലേക്ക് പോകും. അത് ഈ കർമ്മ, പോസിറ്റീവ് നെഗറ്റീവ് കർമ്മയുടെ എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശത്രു സന്താനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി വന്ന് ജനിച്ച് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അവനോ അവൾക്കോ കൊടുത്തിട്ടുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചു തരുന്നു. അത് കോറലാവാം, ഡിസ്റെസ്പെക്റ്റ് ആവാം, നിങ്ങൾക്ക് ഒരു മാന്യതയും തരാതെ നിങ്ങളുടെ ഇമേജ് കളയുന്ന ഒരാളാണ്, നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഈവൻ നിങ്ങളെ കൊല്ലുന്നവരെ ഉള്ള ഒരു കുട്ടിയായിട്ട് പറയാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രയോ കേസുകൾ അങ്ങനെ നടക്കുന്നു. സ്വന്തം അച്ഛനെയും അമ്മയും കൊല്ലുന്ന സന്താനങ്ങൾ പറക്കുന്നു. അത് ഈ ശത്രു സന്താനത്തിൽ പെടുന്നതാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു സെയിം കോയിനിൽ നിങ്ങൾ ഈ സന്താനത്തിന് കഴിഞ്ഞ ജന്മത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അവസാനത്തത് ഋണസന്താനം എന്ന് പറയും. ഋണസന്താനം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരുടെയോ സമ്പത്ത് പിടിച്ചു പറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, അല്ലെ അവരെ ചവിട്ടി താഴ്ത്തി മേളിൽ കയറിയിട്ടുണ്ട്. അവരുടെ സമ്പത്തും ഇതുമെല്ലാം പിടിച്ചു പറിച്ച് നിങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.
അങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു സോള് നിങ്ങളുടെ സന്താനമായി ഈ ജന്മത്തിൽ വന്ന് പിറന്ന് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് അതേ നാണയത്തിൽ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതാണ് ആ ഒരു കർമ്മത്തിൻ്റെ കാലചക്രം എന്ന് പറയും. ഇതിങ്ങനെ സൈക്കിളായിക്കൊണ്ടിരിക്കും. ഈ സൈക്കിളിൽ നിന്നൊക്കെ ഇതിങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ, അതിനെയാണ് മെട്രിക്സ് എന്ന് പറയും. ഇങ്ങനെ ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് പുറത്തു പോകുന്നവനാണ് യോഗീശ്വരൻ. അപ്പൊ യോഗീശ്വരന്മാര് നമ്മൾ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋണാനുബന്ധവും പാസ്റ്റ് ലൈഫ് ഇതിനെ പറ്റിയൊക്കെ നോളജ് അല്ല അവരുദ്ദേശിക്കുന്നത്. ഒരു റെസ്പോൺസിബിളായിട്ട് ഭൂമിയിൽ ഇപ്പം നിങ്ങൾക്കൊരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ ആ ജന്മം നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് ജീവിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ്. പിന്നെ കാണാം. നമസ്തേ.